സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആഘോഷം തുടങ്ങിയ UDFകാരും ഇടതുവിരുദ്ധരെല്ലാം കൂടി ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം കേരളത്തെ സംബന്ധിച്ച് നേരത്തെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രവചനങ്ങൾ അവർ നടത്തിയത് കൃത്യമായിട്ടുള്ള റിസൾട്ടിന് അടുത്ത് നിന്നിട്ടുള്ള ചരിത്രമുണ്ടെങ്കിൽ പോലും അത് എല്ലാ കാലവും കൃത്യമായിരുന്നു എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നവരെ മുന്നിലേക്ക് ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അബ്കി 400 പാറെന്ന് കേന്ദ്രന്മാർ നമ്മളോട് പറഞ്ഞപ്പോൾ അന്ന് അതേപടി സർവേ ഫലമായി പുറത്തേക്ക് വിട്ട ആക്സിസ് മൈ ഇന്ത്യയുടെ ഓണർ കൂടിയായ പ്രദീപ് ഗുപ്ത ആ റിസൾട്ട് വന്ന സന്ദർഭത്തിൽ ഒരു ടെലിവിഷൻ ചാനലിനകത്ത് ലൈവായിട്ട് പ്രവചനം പൊളിഞ്ഞ് പാളീസാകുന്ന സന്ദർഭത്തിൽ ഗംഭീരമൊരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ഇതേ നോക്കിയേ. Here's the thing, you know, in life you can't get all right. There's a lot of rigor and effort that goes in, and we've been, if you look at all our posts and our coverage during the post poll also, we were constantly saying, let's not get carried away. It's a post poll, it's directional. The reality is the polls can only give you an indication. You know, it's only when you get carried away with your own hype, that is when the problems happen. And we were constantly on air, on Twitter, social media, Instagram saying, just dial the hype down. Don't get so carried away. This is only the post-poll results. And therefore, there's a lot to learn. I say this, that, you know, he's got a lot of things right in this election also. You know, the state assembly election, Andhra was not easy to have for a state. Odisha not easy to predict in the manner that he has. The three big states and for the... കണ്ടോ, പൊട്ടി പൊട്ടി ഏങ്ങി കരയുകയാണ്. കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് ഭരിച്ചിരുന്ന BJP സർക്കാർ ആക്സിസ് മൈ സർവേ ഫലങ്ങളെല്ലാം അവർ 400 കടക്കുമെന്ന് വിധി എഴുതിയതിന് പിന്നാലെ റിസൾട്ട് വന്നപ്പോൾ 240 ചുരുങ്ങി. ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സർവേ തകർന്ന് നാമാവിശേഷമായപ്പോൾ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയില്ല. അന്ന് പൊട്ടിക്കരഞ്ഞതാണ് ഈ സർവേ ഫലങ്ങൾ. അതുകൊണ്ട് സർവേ ഫലങ്ങളെല്ലാം ആക്ച്വൽ ആകും, അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ പ്രകാരം ഒരിടങ്ങളിലും 10 വർഷം ഭരിച്ച ഇടതുപക്ഷം നാമാവിശേഷമായി പോയി എന്ന റിസൾട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ജയിക്കാൻ വേണ്ടി ചില കരുക്കൾ നീക്കിയതിൽ ഒരു ചെറിയ ഡൊമിനേഷൻ അത് UDFന് കിട്ടും എന്ന് പ്രവചിക്കുന്നിടത്ത് ജനവിധിയാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. കാര്യം പ്രവചിച്ച പല കാര്യങ്ങളും തെറ്റിയിട്ടുള്ളത് കൊണ്ടും 1 ലക്ഷത്തിൽ പരം ജനങ്ങൾ വോട്ട് ചെയ്തിടത്ത് കേവലം 2%, 3% ആൾക്കാരുടെ പ്രതികരണം എടുത്തുകൊണ്ട് അത് ആക്ച്വൽ റിസൾട്ട് ആകുമെന്ന് കണക്കാക്കുന്നതും